തിരിച്ചു പോവുകയാണ്. ചേന വാങ്ങിച്ചു. ഇന്ന് 2 ഫെബ്രുവരി. ഇപ്പം 12 ചില്ലറയായി. ഞാൻ വീട്ടിൽ ചെല്ലുമ്പം കറക്റ്റ് സമയം പറയാം. കുറച്ച് ആൾക്കാരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ച് ഇങ്ങനെ ചീത്ത വിളിക്കുന്നതൊക്കെ. നമുക്ക് സംബന്ധം ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യങ്ങളും അങ്ങനെ പല പല കാര്യങ്ങൾ, കള്ളസംബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, കള്ളത്തരങ്ങൾ, എൻ്റെ വസ്തുവും വകയൊക്കെ പിടിച്ച് പറിക്കാനായിട്ട് പല പല കാര്യങ്ങൾ നടത്തുക, ഇതെല്ലാം നമ്മളങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നാണില്ല അവർ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, അവർ വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പെണ്ണുപിള്ള നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ അവരേതാണ്ട് വാങ്ങിച്ചല്ലോ, അവർ വല്ലതും പറഞ്ഞായിരുന്നോ? ആ, ചേന ഉണ്ടായിരുന്നോ? ആ, എത്ര രൂപ കിലോ? ആ, ഞാൻ വന്നില്ലല്ലോ, അതുകൊണ്ട് ചേന വാങ്ങിച്ചതാണ്. സംബന്ധക്കാർ കുറേ, സംബന്ധം നടക്കുക, സംബന്ധം. ചേനയുടെ കാശ് വെച്ച ചേന. നമ്മുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിർത്തരുതെന്നൊക്കെ പറയും ഇവള്. അങ്ങനെയൊക്കെ പല പല വേലകളുണ്ട്. അപ്പം അതിനാണ് നമ്മൾ ചോദിച്ചത്, ഇവള് വല്ലതും പറഞ്ഞോ എന്നുള്ളത്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ നിർത്തരുത് എന്നൊക്കെ, അങ്ങനെ പല പല ഡ്രാമയുടെ ഭാഗമായിട്ട്. ഇതാണ് SNDP. ഞാൻ തിരിച്ചു വരികയാണ്. ചേനയൊക്കെ വാങ്ങിച്ചു. ഇന്ന് 2 ഫെബ്രുവരിയാണ്. എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. സഹദേവ മന്ദിരം, വേറെ എങ്ങുമല്ല കേട്ടോ, സഹദേവ മന്ദിരത്തിലോട്ട് പോവാണ്.
അമ്മേ അമ്മേ എന്തുവാ അമ്മേ? ഏ ഞാൻ തിരിച്ചു വന്നു. എന്താ പോയി അടച്ച് പൂട്ടിയിട്ട് വരട്ടെ. പൂട്ടട്ടെ കേട്ടോ ഗേറ്റ്. പതിനൊന്ന് 19 12/19 ഫെബ്രുവരി 2. My mom is sleeping here. അമ്മേ അമ്മ ഉറങ്ങുവാണോ? ചോറുണ്ണുന്നില്ലേ അമ്മേ? അപ്പോൾ ഞങ്ങളാണ് ഇവിടെ, വേറെ ആരും ഇല്ല എൻ്റെ വീട്ടിൽ. ദിസ് ഇസ് ദീപ എസ് പണിക്കർ ഹിയർ. അയ്യോ, ഇവിടെയാണ് എൻ്റെ അമ്മ കിടന്നുറങ്ങുന്നത് കണ്ടല്ലോ. പിന്നെ അമ്പാടിക്കടയിൽ 2-3 പേരുണ്ടായിരുന്നു. അവരോടൊക്കെ നല്ല ശരിക്ക് പറഞ്ഞു കൊടുത്തു ഈ കഥകൾ. പിന്നെ ഈ ക്യാമറ കട്ട് ചെയ്യുന്നതും എല്ലാം കാണിച്ചു കൊടുത്തു. നാട്ടുകാരൊക്കെ അറിയണമല്ലോ, സംബന്ധം ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടടമൊക്കെ ആണുങ്ങൾ വന്നിരുന്നേച്ച് നമ്മുടെ വീട്ടിൽ വരുന്നതാണെന്നും ഈ വഴിയെ പോകുന്നവരെല്ലാം നമ്മുടെ വീട്ടിൽ വരുന്നതാണെന്നും ഒക്കെ ഉള്ള പല രീതിയിലുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ രാത്രി നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങിയ രാവിലെ വേറെ എങ്ങാണ്ടൊക്കെ പോയെന്ന് കഥ, ഇങ്ങനെ പല പല കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആളുകൾ അറിയണമല്ലോ. അങ്ങനെ കൊള്ളത്തില്ല. പിന്നെ ചീത്ത വിളിക്കുന്ന എല്ലാം കൂടി കേൾപ്പിച്ചു കൊടുത്ത്.